വ്യഞ്ജനങ്ങൾ എന്താണ്? സ്വയം ഉച്ചാരണശേഷിയില്ലാത്ത സ്വരങ്ങളുടെ സഹായത്തോടെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് വ്യഞ്ജനങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങളിൽ ക, ഇ, ഖ, ഗ, ഇ, ഖ, ങ ഇവയെ കവർഗമെന്നും ച, ഇച്ച, ജ, ഇച്ച, ഞ ഇത് ചവർഗം എന്നും വിളിക്കും. ട, ഇട്ട, ഡ, ഇട്ട, ണ ടവർഗം. ത, ഇത്ത, ദ, ഇത്ത, ന തവർഗം. പ, ഇപ്പ, ബ, ഇപ്പ, മ പവർഗം. ഇനി ഇവയുടെ ഉച്ചാരണസ്ഥാനം അനുസരിച്ച് കവർഗത്തിൽപ്പെട്ട ക, ഇ, ഖ, ഗ, ഇ, ഖ, ങ ഇത് ഉച്ചരിക്കുന്നത് കണ്ഠ്യം അല്ലെങ്കിൽ തൊണ്ട ഉപയോഗിച്ചാണ്. ചവർഗം ഉച്ചരിക്കുന്നത് താലവ്യം അല്ലെങ്കിൽ അണ്ണാക്ക് കൊണ്ടും ടവർഗം ഉച്ചരിക്കുന്നത് മൂർധന്യം കൊണ്ടും തവർഗ ഉച്ചരിക്കുന്നത് ദന്ത്യം കൊണ്ടും പവർഗം ഉച്ചരിക്കുന്നത് ചുണ്ട് അല്ലെങ്കിൽ ഓഷ്ട്യം കൊണ്ടുമാണ്. ഉച്ചാരണത്തിലുള്ള പ്രയത്നത്തെ ആസ്പദമാക്കി വ്യഞ്ജനങ്ങളെ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ തിരിക്കാം. ഇതിൽ ഖരം എന്ന് പറയുന്നത് ടേബിളിൽ കായുടെ താഴോട്ട് കാണുന്ന ക, ച, ട, ത, പ എന്നീ അക്ഷരമാണ്. അധികരം എന്നത് ഇഖ, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ. മൃദു എന്നത് ഗ, ജ, ഡ, ദ, ബ. ഘോഷമോ ഇഖ, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ. അനുനാസികം അല്ലെങ്കിൽ പഞ്ചമ അല്ലെങ്കിൽ ശിഥിലം എന്ന് പറയും. ഇത് ങ, ഞ, ണ, ന, മ മൂക്കുകൊണ്ട് ഉച്ചരിക്കുന്നവയാണ്.